ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളത്തിൻ്റെ അരുട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, എന്താണ് ബ്ലെസ്സിങ്സ്, എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഡാർട്ടർ ഓഫ് സോൾസിൻ്റെ എനർജിയാണ്, ഡോട്ടർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. 4 ഓഫ് കപ്സ്, ദ ചാരിയറ്റ്. ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. 3 ഓഫ് സോർഡ്സ്, ഡോട്ടർ ഓഫ് സോർഡ്സ്, 5 of cups, son of swords, justice, death card വന്നിട്ടുണ്ട്. chariot, 6 of wands, 7 of cups, 7 of pentacle. ഇതിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഡോട്ടർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പഴയ പാറ്റേൺ നിർത്താൻ തീരുമാനിച്ച എനർജിയാണ്. നിങ്ങളുടെ സ്കിന്നെ നിങ്ങളൊന്ന് അപ്പോൾ ഷെഡ് ചെയ്ത് കളയാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത്. ആ പഴയ പാറ്റേണിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ അത് റിമൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഒരു പാമ്പിനെയാണ് കാണുന്നത്. പാമ്പിനെ അറിയാമല്ലോ, അത് പടം ഇങ്ങനെ പൊഴിച്ച് കളയും ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ. അതായത് കഴിഞ്ഞ കാലങ്ങളിലുള്ള കുറേയധികം കാര്യങ്ങൾ, നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫുള്ളി റിമൂവ് ചെയ്യാൻ തീരുമാനിച്ച ഒരു എനർജിയാണ്. മാത്രമല്ല പുതിയ കാര്യങ്ങളിൽ ഒരു കാൽവയ്പ് നടത്തുന്നു, അതിൽ നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഈ പാസ്റ്റിലെ കാര്യം എന്ന് പറയുമ്പം നിങ്ങൾക്ക് സന്തോഷത്തിന് മുകളിൽ എന്തോ ഒരു മങ്ങലുണ്ടാക്കിയ ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ആലോചിക്കുമ്പോഴും വിഷമിക്കുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് കണ്ടല്ലോ ഒരു കപ്പിൻ്റെ മുകളിലൊരു എലി ഇരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രകാശം അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, സന്തോഷത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതിലൊരു മൂടലാണ്. കാരണം അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡീപ്പ് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ കുഞ്ഞുകാലത്ത് നിങ്ങൾക്കുണ്ടായ വിഷമങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോ സാഹചര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളോ, നിങ്ങൾ വേണം എന്നൊരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളോ, ആരെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്തതോ ഒക്കെ നിങ്ങളിങ്ങനെ ചിലപ്പം ഓർമ്മകൾ വന്ന് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരുന്നാലും ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സ്റ്റാറ്റസിലായിരിക്കുമല്ലോ ഉള്ളത്. പക്ഷെ എന്നാൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നു എന്നുള്ളതാണ് കാരണം. അത് പൂർണ്ണമായും നിങ്ങൾ ഹീൽ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായി ഹീൽ ചെയ്ത് കളയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സോൾ പവറിലേക്ക് ഉയരുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ പല കാര്യങ്ങൾക്കും അത് ബ്ലോക്കാക്കും. ആ ഇന്നർ ചൈൽഡിലുള്ള ആ ഒരു മുറിവുകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പല കാര്യങ്ങൾക്കും ബ്ലോക്കാക്കും. ഫ്യൂച്ചറിലും അത് നമുക്ക് വരേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്നെത്തൂല, എത്താതെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി വയ്ക്കും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാക്കും, നിങ്ങളുടെ കരിയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ട ആൾക്കാർ അത് ചെയ്യുക.
ഇത് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് വീഡിയോസ് കാണും. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പോൾ 1-2 ദിവസം കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഫുള്ളി അത് ഹീലാകണം എന്നില്ല. ഇപ്പം നമുക്ക് എന്ത് കാര്യവും നമുക്ക് യൂട്യൂബിൽ ഗൂഗിൾ ചെയ്ത് നോക്കി കിട്ടാൻ പറ്റാത്ത ഒരു കാര്യവും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി. എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യുക. ഒരു 21 days എങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ ഉപകരിക്കും എന്നുള്ളതാണ്. കാരണം ഇതിൽ പാസ്റ്റിൽ ചിലപ്പോൾ അബ്യൂസ് ചെയ്ത ഒരു എനർജിയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പം ഏത് നിലയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ സ്റ്റാറ്റസിൻ്റെ അടിയിൽ മുഴുവൻ ഇതാണുള്ളത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഏറ്റവും വലിയൊരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് പോലും ഒരു വിഷമം നിങ്ങളെ ഒന്ന് കീഴ്പോട്ടേക്ക് വലിക്കും. അപ്പം അതുകൊണ്ടാണ് അതൊന്ന് ചെയ്യണം എന്ന് കാണുന്നുണ്ട്. ചാരിയറ്റാണ് ഇതിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളാണ് നിങ്ങളെ ഭരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ശക്തികൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ഇമോഷൻസ് നിങ്ങളെ ഭരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയമാണ് എന്നുള്ളതാണ്. ഈ ചാരിയറ്റിൽ ഒരു കുതിരയാണുള്ളത്. അപ്പോൾ അത് അത്രയും ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ കരിയറിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും, ഫിനാൻസിലും ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഇന്നത്തെ ദിവസം ശരിക്കും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഒരു ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ചിലപ്പം പല പ്രലോഭനങ്ങളിലും വീഴാനുള്ള ഒരു സാധ്യതയുള്ള ദിവസമാണ്. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് വേറെ ഏതെങ്കിലും വഴിയിലൂടെ കൊണ്ടുപോകാനൊരു ശ്രമം നടത്താനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. കൂടുതലും ഒരു ഇല്യൂഷൻ വേൾഡിൽ ജീവിക്കുന്ന കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ അവരുടെ പല സംസാരവും നിങ്ങളെ ആകർഷകരാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിന് പോകാതിരിക്കുക. മായയ്ക്ക് അതീതമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വരാനാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു 3 of Swordsന്റെ എനർജിയും ഒരു ജസ്റ്റിസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് വന്ന കുറേ കാർമികമായിട്ടുള്ള ടൈ ഉണ്ട് നിങ്ങളിൽ എന്നാണ് കാണുന്നത്. ഇത് കണ്ടല്ലോ, ഇങ്ങനെ ചുറ്റി മുറുകി വെച്ചിട്ടുള്ള ഒന്നിലധികം കാര്യങ്ങൾ. ഒരു കാര്യമല്ല, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അതൊക്കെ പാസ്റ്റ് നിന്ന് കൊണ്ടുവന്നതായിരിക്കും കേട്ടോ. അങ്ങനെയാണ് കാണുന്നതിനകത്ത്. ബാക്ക് പെയിൻ പോലെയുള്ള കാര്യങ്ങൾ, ഷോൾഡർ പെയിൻ, കൈ അനക്കാൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങൾ പാസ്റ്റിൽ നിന്ന് തന്നെ വന്ന് ഈ ഒരു ജന്മത്തിൽ കുറേയധികം സാധ്യതകൾ, ഈ ഒരു കാര്യം വീണ്ടും നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വന്നപ്പോൾ വീണ്ടും അത് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം ഈ അസുഖം. അല്ലാതെ നിങ്ങളിപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പലതും നിങ്ങളുടെ അസുഖം അല്ല എന്നുള്ളതാണ്. അത് പാസ്റ്റിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. അത് റിലീസ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ റിലീസ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും, പിന്നെ കുറേ ഹീലിംഗ് സെക്ഷൻസ് നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ ഈ സമയം നിങ്ങൾ ഹീലിംഗ് സെക്ഷൻസ് എടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിംഗ് സെക്ഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, അതും അത്യാവശ്യമാണെന്ന് കാണുന്നുണ്ട്. ഈ ഒരു കാർമികമായിട്ടുള്ളൊരു കാര്യം കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളത് കട്ട് ചെയ്യുന്നു, ഇത് ജസ്റ്റിസാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കുന്നോ, അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ നിന്നോ എന്തെങ്കിലും എനർജി നിങ്ങളെ ചുറ്റിയിട്ടുണ്ടെങ്കിലോ ഒക്കെ ഇന്നേ ദിവസം നിങ്ങളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആക്കണം എന്നുള്ളതാണ്. പലരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട എന്ന് നിങ്ങൾ പലതവണ ചിന്തിച്ചതായിരിക്കാം. അപ്പോൾ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഒരു ഡോട്ടർ ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിഗൂഢമായ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം, നിങ്ങൾക്ക് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾ ഈ സമയം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഇൻഡ്യൂഷൻ പോലെയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വായിക്കാൻ
വായിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടും എന്നുള്ളതാണ്. നിങ്ങളിൽ തന്നെ ഒരുപാട് നിഗൂഢത ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന കഴിവുകളായിരിക്കാം, പിന്നെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന പെയിനും ആയിരിക്കും, രണ്ടും ഉണ്ട്. അപ്പം ഇതിനെ രണ്ടിനെ സെപ്പറേറ്റഡ് ആക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. നിങ്ങൾക്ക് ഉയർച്ച ഇല്ല എന്നായിരിക്കില്ല, പക്ഷേ വേണ്ടത്ര നിങ്ങൾ എവിടെ ആയിരിക്കണോ അവിടെ എത്താൻ നിങ്ങൾക്ക് പറ്റണില്ല എന്നാണ് കാണുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. രണ്ടായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇതിൽ പാസ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന കഴിവുകൾ ഈ കാർമികമായിട്ടുള്ള ഒരു വിഷമം കൂടെ ഒരു ടൈ ഉണ്ട്. ആ ഒരു ടൈ നിങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പലർക്കും അത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഇനിഷ്യേറ്റീവ് അത് എടുത്ത് അത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു നഷ്ടബോധം ഇന്നേ ദിവസം ഉണ്ടാവും എന്നുള്ളതാണ് കാണണം കേട്ടോ. ഒരു 7 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാസ്റ്റിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ നഷ്ടബോധം ഉണ്ടാകുന്നത്. നിങ്ങൾ എത്ര ആലോചിക്കണ്ടെന്ന് വിചാരിച്ചാലും ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുമെന്നാണ് കാണുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇതിൽ 8 ഓഫ് കപ്സ് ആണ്. വിട്ടുപോയ എന്തോ ഒരു കാര്യമാണ്. ഒന്നുകിൽ നിങ്ങളെ വിട്ടുപോയ എന്തോ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചു പോയ എന്തോ കാര്യം. എന്ത് തന്നെ ആയാലും അത് നിങ്ങളെ ഇപ്പോഴും വിഷമിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നല്ല ഓർമ്മകൾ തന്ന വ്യക്തികളെയും നമ്മളെ ഏറ്റവും വേദനിപ്പിച്ച ഓർമ്മകൾ തന്ന വ്യക്തികളെയും നമ്മൾ ഒരിക്കലും മറക്കാൻ പോണില്ല. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അത് ആലോചിക്കുമ്പം ജസ്റ്റ് മറക്കണം എന്നല്ല, പക്ഷെ അത് ആലോചിക്കുമ്പോൾ അത് ഒരു ഇമോഷൻ ഇല്ലാതെ നമുക്ക് അതിനെ നോക്കി കാണാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. അപ്പോൾ ഇന്നേ ദിവസം അതിന് നിങ്ങൾ ട്രൈ ചെയ്യാനാണ് ഗൈഡൻസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ സൺ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ വിചാരിക്കാത്ത വേറെ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങേണ്ടി വരും ഇന്നേ ദിവസം. പക്ഷെ നിങ്ങൾ വിചാരിച്ച എന്തെങ്കിലും കാര്യം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ചില ആൾക്കാർക്ക് ഇതൊരു യാത്ര പോകുന്ന കാര്യമാണെങ്കിൽ ആ യാത്ര ഇന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. കാരണം വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരും എന്ന് കാണുന്നുണ്ട്. ഡെത്ത് എന്ന് പറയുമ്പം ഈ നിങ്ങൾ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അൺവാണ്ടഡ് ആയിരിക്കും, ആവശ്യമുള്ള ആയിരിക്കില്ല. അപ്പോൾ അതൊന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കുറേ കാര്യങ്ങൾ എൻഡിങ് എന്ന് പറയുന്ന ഒരു പുതിയ തുടക്കമാണ്. വേറെ കുറേ കാര്യങ്ങൾ തുടങ്ങുമെന്നും കാണുന്നുണ്ട്. ഇതിലൊരു 6 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പരിവർത്തനമാണ് സംഭവിക്കുന്നത്. കുറേയധികം പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ആൾറെഡി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് സന്തോഷത്തിലേക്ക് എത്താൻ പറ്റും നിങ്ങൾക്ക്. അതുകൂടി മനസ്സിലാക്കുക. എത്ര വിഷമം ഉണ്ടെങ്കിലും ആ വിഷമത്തിൻ്റെ അത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മളൊരു പാഠം നമ്മൾ പഠിക്കുമെന്ന് മനസ്സിലാക്കുക. ഇന്ന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് കപ്പാണ്. അപ്പോൾ ഇതിലും നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ടെൻഷനാകാതെ, അതിൽ മാത്രം സന്തോഷം കണ്ടെത്താതെ, നിങ്ങളുടെ കയ്യിലുള്ള കാര്യത്തിനെക്കുറിച്ച് അതിൽ സന്തോഷിക്കാൻ ശ്രമിക്കാൻ പറയുന്നുണ്ട്. പിന്നെ കുറേയധികം ഇന്നേ ദിവസം ഒത്തിരി ജോലി നിങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഓഫീസിലാകട്ടെ, നിങ്ങളുടെ വീട്ടിലാകട്ടെ, അല്ലാത്ത കാര്യങ്ങൾ തീർക്കേണ്ട കുറേ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ തീർക്കണം എന്നാണ് കാണുന്നത്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ ഒരു ഫങ്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർ നിങ്ങളുടെ വേവ് ലെങ്തുമായിട്ട് അങ്ങനെ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സൗഹൃദം ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ആ ഒരു സുഹൃത്തുക്കളുമായിട്ട് നിങ്ങളൊന്ന് പുറത്തു പോകാനൊക്കെ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അതിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും മെയിലോ കോളോ ഒക്കെ ഇന്നേ ദിവസം വരും. നിങ്ങൾ ഓഫീസ് സംബന്ധമായി നിങ്ങൾ കാത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായി നിങ്ങൾ കാത്തിരുന്ന ഒരു മെയിലോ ഒക്കെ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. കുറേ കാലം കൊണ്ട് നിങ്ങൾ കാത്തിരുന്നതായിരിക്കും. അത് നിങ്ങളിലേക്ക് എത്തുന്നു. അത് നിങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ
വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. സമാധാനത്തിൽ ഇപ്പം കുറേയധികം ആൾക്കാർക്ക് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വളരെ കാമായിട്ടിരിക്കാൻ പറ്റും. പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അത് കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പേടിയിരുന്ന ആൾക്കാർക്ക് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളുടെ കാര്യത്തിനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ വളരെ സന്തോഷിക്കുന്നതാണ്. കാരണം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ നല്ലതാണ്, വളരെ നല്ലൊരു ദിവസമാണ്, നല്ല ബിസിനസ് കിടക്കും. ഇതിൽ വീണ്ടും വന്നിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്കുള്ളത്. ഇതിനകത്ത് നമുക്ക് ഇതിന്ന് ഇവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം. ബാറ്റാണ്, ടേക്ക് കെയർ ആണ്, ടേക്ക് കെയർ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കെതിരെ ശത്രുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഇത് നിങ്ങളുടെ കരിയറിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കെതിരെ പാരവയ്ക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം. അത് ഇന്ന് നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളുമായിട്ട് സൗഹൃദം ഭാവിച്ചിരിക്കുന്ന ആൾക്കാരും ആയിരിക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഓഫീസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്തൊന്നും പറയാതിരിക്കുക, അല്ലെങ്കിൽ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. കാരണം ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യമായിരിക്കില്ല യഥാർത്ഥത്തിൽ അവിടെ എത്തേണ്ടിടത്ത് എത്തുന്നത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓൾഡർ വിമൻ വന്നിട്ടുണ്ട്. ഇന്നൊരു കുറച്ച് പ്രായമുള്ള ഒരു ലേഡിയുമായിട്ട് എന്തെങ്കിലും ഒരു ഡീലിങ്സ് ദിവസം നിങ്ങൾക്ക് നടത്തേണ്ടിയുണ്ട് എന്നുള്ളതാണ്. പെയിലാണ്. ഈ സമയം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്ന ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നു എന്നാണ് കാണുന്നത്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. നമ്മളുടെ ചിലപ്പോൾ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇത് പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കാർമിക് ഡെപ്റ്റ് ആയിരിക്കാം. എന്ത് തന്നെയായാലും അതിൽ നിന്ന് നിങ്ങൾ ഇന്ന് പുറത്ത് കിടക്കേണ്ട സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അത് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കാം. അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ബോക്സാണ്. നിങ്ങളൊരു ഗിഫ്റ്റ് ഇന്നേ ദിവസം റിസീവ് ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ലവറിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ആക്സാണ്. ഫോഴ്സസ് വർക്കിംഗ് എഗെയിൻസ്റ്റ് യു. അപ്പം നിങ്ങൾക്ക് കുറച്ച് ശത്രുക്കളുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസത്തെ ഒരു മെസ്സേജ് ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന കുറച്ച് ശത്രുക്കളുണ്ട്. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല, പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആക്കാതിരിക്കുക. നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ആൾക്കാരോട് മാത്രം, അല്ലെങ്കിൽ നമുക്ക് അത്രയും അറിയാവുന്ന ആൾക്കാരോട് മാത്രം നമ്മളുടെ രഹസ്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് ജാഗ്രതയോടെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാര്യവും മറ്റുള്ളവരുടെ ഒരു കാര്യവും നിങ്ങൾ തുറന്ന് പറയാതിരിക്കുക. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് ഓഫീസ് സംബന്ധമായ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനെ കുറിച്ചോ ഒന്നും തന്നെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. അങ്ങനെയാണ് എന്നല്ല, നിങ്ങളുടെ കോവർക്കേഴ്സിനെ കുറിച്ച് ഒന്നും തന്നെ മിണ്ടാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ് ആണ്. അപ്പോൾ വളരെ സന്തോഷം ഇന്നേ ദിവസം കിട്ടും എന്നാണ് കാണുന്നത്. ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ശരിയായിരിക്കും. ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കുക. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.